പറഞ്ഞോളൂ. സ്ത്രീ മകം നക്ഷത്ര ജാതയായതിനാൽ രോഹിണി നക്ഷത്രത്തെ പിറന്ന മാധവൻകുട്ടിയായിട്ടാണ് കൂടുതൽ പൊരുത്തം കാണുന്നത്. അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ മകയിലോ? വിവരമില്ലാത്തോണ്ട് പറയാ. മകയിരം നക്ഷത്രം മകൻ നക്ഷത്ര ജാതയായ സ്ത്രീക്ക് പൊരുത്തമല്ല, ഷഷ്ടാഷ്ടമ ദോഷമാണ്. ഇത് കരുതി കൂട്ടിണ്ടാക്കിയ ദോഷാണ്. ജാതകം പൊരുത്തപ്പെടുന്ന ആൾക്ക് വേണ്ടി മറ്റേ ആൾ ഒഴിഞ്ഞു കൊടുത്തു കൊള്ളാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ജാതക പൊരുത്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്കില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. തനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ മുല്ലേത്ത് കുറുപ്പ് മാഷ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ആളാണെന്ന് എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. പൊരുത്തപ്പെട്ട ജാതക പ്രകാരം മാധവൻകുട്ടിയെ കൊണ്ട് രാധികയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യത്തെ ചൊല്ലി ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞ കാശ് മുഴുവനുണ്ട്. ഞാൻ ഒപ്പിച്ച പണിയാണെന്ന് ആരും അറിയത് എന്റെ തല പോണ കേസാണ്. അതാവൻ ഡീസൽ ഒഴിച്ച് ഓട്ടോ ഓടിക്കാനുള്ള സംവിധാനം വരും. പിന്നെ നീ പോയിട്ട് മണികണ്ഠനോട് കണ്ട് വരാൻ പറയും. അപ്പൊ നമ്മളും പണക്കാരാവും. മണിയേട്ടാ ഒന്ന് കേട്ടോന്നേ. എന്താ വാന്ന് പിന്നെ സത്യം പറയണം. കണിയാരെ ചാക്കിട്ട് എന്റെ ജാതകം പൊരുത്തമല്ലെന്ന് നീ മനഃപൂർവ്വം പറയിച്ചല്ലേ? ഞാനോ? ഹേയ്, എന്തെങ്കിലും തമാശ പറയുമെന്നല്ലാതെ ഇത്തരം ഫ്രോഡ് പരിപാടികളൊന്നും എനിക്കില്ല. മര്യാദക്ക് ചോദിച്ചാ നീ സത്യം പറയില്ലല്ലേ? ഏതവസ്ഥയിലും ഞാൻ സത്യം മാത്രമേ. നിന്റെ അപ്പുറത്തോനെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ പറഞ്ഞ സത്യമാണ്. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിച്ചൂടെ? നോക്കിക്കുന്നുണ്ടാ. എന്നിട്ട് ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്നുകൂടെ കാണാൻ. നീ മിണ്ടണ്ട. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് ഇവൻ തന്നെ പറയും. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതെ ഒന്നുമല്ല. അവനെന്താ വട്ട? സത്യം പറയടാ. സ്റ്റാൻഡ് വന്നാ നിന്നെ അവൻ തല്ലിയത്. അതിന്റെ കാര്യം എന്താന്ന് ഞങ്ങൾ കൂടി അറിയണം. പറയടാ. ഒന്നുമില്ല. അതെ, ഞാനും അവന്റെ പെങ്ങളും തമ്മില് സ്വല്പ പ്രേമത്തില. അതിനെന്താ തല്ലണോ? ഈ നാട്ടിൽ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പ്രേമിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഓട്ടോയിൽ ലാലേട്ടൻ പ്രേമിക്കുന്നുണ്ടല്ലോ. നീ വാടാ, എടുക്കണ വണ്ടി. സാരമില്ല, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. മണികണ്ഠ, ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മൊത്തം അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും പ്രശ്നമാണ്. അത് അല്ലെങ്കിൽ ഇറങ്ങി വാടാ. വേണ്ട, വെറുതെ ഇതിപ്പോ നിന്റെ മാത്രം പ്രശ്നമില്ല. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഇനി ഞങ്ങൾ ചെല്ലും. വാടാ. ഞാൻ വരാം. അവൻ വണ്ടി കയറിയിരിക്കുന്നുണ്ട്. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഡ്രൈവറെ തല്ലിയാൽ ആരും ചോദിക്കൂലെന്ന് കരുതിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. എന്താ അവൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ പെങ്ങളെ പ്രേമിച്ചതോ? വീട്ടിൽ പറഞ്ഞ നീ വഴുക്കിലൊന്നും പോണ്ട. പ്രേമിക്കുന്ന തെറ്റൊന്നുമല്ല. പ്രേമിച്ച പെണ്ണ് കെട്ടാതിരിക്കുന്ന തെറ്റ്. ഒരു പെണ്ണിനെ പോറ്റാനുള്ള യോഗ്യ ഇവനുണ്ട്. ഇറക്കി വീറോ പെങ്ങളെ. നാളാകാതെ ഇറങ്ങി ഒന്ന് നോക്കടാ. അപ്പൊ കാണിച്ചു തരാം ഞങ്ങൾ ആരാണ്. പോവാ. വരട്ടടാ. രണ്ടിലും നടന്നിട്ട് തന്നെ പോവാ. രണ്ടിലും തീരുമാനിക്കാൻ നോക്കി രണ്ടാമത് ഒന്നുകൂടി വരാം. മണികണ്ഠൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ പോവാ. അതെ, വരണടാ. നേരെ എന്തൊക്കെ ഈശ്വരെ കേക്കണത്? ഒക്കെ കരുതിക്കുട്ടി ചെയ്യുന്നതാ. ആരെന്നറിയോ? അച്ഛന്റെ പുന്നാര മകൻ മാധവൻകുട്ടി. ആ അമ്മുന്റെ കല്യാണം തീരുമാനിച്ചതേ തള്ളയ്ക്ക് മകന് സഹിച്ചിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മാഷ് എന്താ ഈ പറയണേ? എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സത്യം ചെയ്ത് കയ്യിലടിച്ചത് മാഷ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ സമ്മതിക്കില്ല എന്ന് പറയണതും ഞാൻ തന്നെയാ. എന്താ ഇനി തന്നെ കയ്യിലടിക്കണോ? കള്ളുടിച്ചുകൊണ്ട് സ്കൂളിലെ പടി കിടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറ്റില്ലെങ്കിൽ നേരത്തെ തന്നെ പണ്ടാളം കരുന്നില്ലേ? വേണ്ട മാഷെ, വഴക്കൊന്നും പറയണ്ട. ഒക്കെ എന്റെ തലയിലെഴുത്ത. എന്ത് കുറ്റം ചെയ്ത ഈശ്വര നീ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ കുട്ടിയുടെയും ഈ പാവം തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി? ആരുടെ മുഖത്ത് നോക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നം അതും മറക്കരുത്. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, താനാ. പിന്നെ നിർബന്ധമാണെങ്കിൽ
ഞാൻ നോക്കിക്കൊള്ളാം. റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുമ്പോ എനിക്കൊരു കൂട്ടാകുമല്ലോ. എടോ അയ്യോ വേണ്ട മാഷെ വേണ്ട. ഇതിന്റെ പേരിൽ ഒരു ഗുരുത്വദോഷം കൂടി എന്റെ മോക്ക് വരണ്ട. ഇറങ്ങിപ്പോണോ എന്റെ മുമ്പിൽ നിന്ന്? ഞാൻ ഇറങ്ങിപ്പോണോ അല്ലേ? പോവാ, വരട്ടെ. ഒരു ഉപദേശം. എടോ പിഷാരടി, പിഷാരടി, ഇനി ആള് ഷാപ്പിലായിരിക്കും. വഴിയില്ല, രാത്രി ഉറങ്ങുന്നത് വീട്ടിൽ തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. പറഞ്ഞു പറ്റിച്ചിട്ട് വാതിലും പൂട്ടി അകത്തിരിക്കാതെ ഇറങ്ങി വാളോ പിഷാരടി. ആ റിട്ടയർഡ് ആയാൽ കൂട്ടിന് എനിക്ക് ആരെയാ വേണ്ടത്? ആ, അതാണോ കാര്യം? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് തറവാട്ടി പറഞ്ഞ ആൺകുട്ടികൾക്ക് ചേർന്നല്ല മാഷെ. കണിയാരെ കൂട്ടുപിടിച്ച് കള്ളജാതം ഉണ്ടാക്കി പെമ്പിള്ളാരെ തട്ടിയെടുക്കുന്നതായിരിക്കും ആണുങ്ങൾക്ക് ചേർന്ന പണി. ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ? അതേടാ, എന്റെ കളി തന്നെയാ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പിഷാരി മാഷിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നീ അവർക്ക് ജോലി കൊടുപ്പിക്കൂടാ. ലീവല്ല, വേണ്ടി വന്നാൽ ഇയാളെ കൊന്നിട്ടായാലും ഞാൻ രാധികയ്ക്ക് ജോലി കൊടുപ്പിക്കും. ഓ, കൊതിപ്പിക്കും. നമുക്ക് കാണാം. കാണാം, കണ്ടിരിക്കും. നീ വണ്ടിയിട്. യുദ്ധം തുടങ്ങിയിരിക്കുന്നു മാധവൻകുട്ടി. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എന്താ ഇന്ന് കൂട്ടാൻ? നിന്റെ മോനെന്ത് കൃഷ്ണൂട്ടി? എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു മോനില്ല. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ പൊന്നു സരസ്വതി. നമ്മുടെ മോനെന്ത് കൃഷ്ണൂട്ടി? അവന്റെ കൈ എഴുണോ? ഓ, വിധിയും കഴിഞ്ഞ് കൈ കഴിയ. എന്താച്ചാ? ഒന്നിനുമല്ല, നിന്നെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം അച്ഛൻ കണ്ടില്ലെങ്കിലേ നിന്റെ മുഖം അച്ഛൻ മറക്കൂടെ പൊന്നുകുട്ടാ. പൊന്നുമോൻ പിഷാരടി മാഷക്ക് ബ്രാൻഡി മേടിച്ചു കൊടുത്തോ? എന്താ രണ്ടാളും കണ്ണൂരിട്ടി കളിക്കണേ? അത് പിന്നെ വേണ്ട, വിശദീകരിക്കണ്ട. മക്കളായ ഇങ്ങനെ തന്നെ വേണം. പാര വെക്കുകയാണെങ്കിൽ അച്ഛനിട്ട് തന്നെ വെക്കണം. അവൻ അങ്ങനൊന്നും ഓർത്തിട്ടല്ല. മിണ്ടിപ്പോവരുത്. പിഷാരടി മാഷക്ക് ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്ത് വശത്താക്കി കുറുപ്പ് മാഷ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ജോലി രാജിവെച്ചിട്ടായാലും ആ പെൺകുച്ചിന് ഞാൻ ജോലി കൊടുക്കും. മാധവൻകുട്ടിയെ കൊണ്ട് അവളെ കെട്ടിക്കുകയും ചെയ്യും. മുല്ലേത്ത് ബാലകൃഷ്ണക്കുറുപ്പായി പറയണേ.